എല്ലാവർക്കും ദുബൈയിലെ സൂഖ് മദീനത്ത് ജുമേറ ഭാഗത്തേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ദുബായിലെ മദീനത്ത് ജുമേറ റിസോർട്ടിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന സൂഖ് മദീനത്ത് ജുമേറയിലാണ്. പരമ്പരാഗത അറബ് മാർക്കറ്റുകളുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആധുനിക വിപണന കേന്ദ്രമാണ് ഇത്. പഴയകാല അറബ് സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ സൂക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദുബായിലെ പുരാതനമായ ചന്തകളുടെ അന്തരീക്ഷം സഞ്ചാരികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് ഹോൾഡിംഗ്സ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ആധുനിക സൗകര്യങ്ങളോട് കൂടെ നിർമ്മിച്ചിരിക്കുന്ന ഈ കേന്ദ്രം 2004 പ്രവർത്തനം ആരംഭിച്ച മദീനത്ത് ജുമേറയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. അറേബ്യൻ കടലിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്രിമമായി നിർമ്മിച്ച ജലാശയങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പഴമയുടെയും പുതുമയുടെയും സംഗമം ഇവിടെ കാണാം. ലളിതമായ മണ്ണ് നിറത്തിലുള്ള കുത്തുപണികളുള്ള മതിലുകളും മനോഹരമായ തടി കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരകളും ഈ സ്ഥലത്തെ സവിശേഷമാക്കുന്നു. സുഗന്ധദ്രവ്യങ്ങൾ, പരമ്പരാഗത വിളക്കുകൾ, കരകൗശല വസ്തുക്കൾ, ആഭ്യന്തരം അലങ്കരിക്കുന്ന വസ്തുക്കൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. മദീനത്ത് ജുമേറയ്ക്ക് ചുറ്റുമുള്ള റോഡുകൾ ദുബായ് നഗരത്തിൻ്റെ മനോഹരമായ പച്ചപ്പിനും ആധുനിക അലങ്കാരങ്ങൾക്കും ഉത്തമ ഉദാഹരണമാണ്. ജുമേറ റോഡ് വഴി യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ പൂന്തോട്ടങ്ങളും മനോഹരമായ വിളക്കുകളും കാണാം. എമിറേറ്റ്സിൻ്റെ സുസ്ഥിര വികസന പദ്ധതികളുടെ ഭാഗമായി നടപ്പാക്കിയ ഈ സൗന്ദര്യവൽക്കരണം ബുർജ് അൽ അറബ് പോലുള്ള ലോക പ്രശസ്ത ലാൻഡ് മാർക്കുകളിലേക്ക് എത്തുന്ന റോഡുകളെ കൂടുതൽ ആകർഷകമാക്കുന്നു. മദീനത്ത് ജുമേറ റോഡ് അരികുകളിലും അറേബ്യൻ മരുഭൂമികളിലും കാണപ്പെടുന്ന ചെറിയ ജീവികൾ അവിടുത്തെ പ്രകൃതിയുടെ ഭാഗമാണ്. മദീനത്തിൻ്റെ തുറസായ പ്രദേശങ്ങളിലും റോഡ് അരികളിലും അപൂർവമായി മരുഭൂമിയിലെ ചെറിയ കുറുക്കന്മാരെയും മറ്റ് പക്ഷികളെയും ഇവിടെ കാണാൻ സാധിക്കും. പാം ജുമേറ ദ്വീപിലെ താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമായി നിർമ്മിച്ചതാണ് ഇവിടുത്തെ മോണോ റെയിൽ. 2009 പ്രവർത്തനം തുടങ്ങിയ ഇത് പിന്നീട് ദുബായ് മെട്രോയുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി വിപുലീകരിച്ചു. ഇടതുവശത്ത് കാണുന്ന ഹൈറൈസ് ട്രാക്കാണ് മോണോ റെയിലിൻ്റെ സഞ്ചാര മാർഗം. സൂഖ് മദീനത്ത് ജുമേറയുടെ പരമ്പരാഗത അറേബ്യൻ വിപണികളിലൂടെയും കനാലുകളിലൂടെയുമുള്ള യാത്രയ്ക്ക് ശേഷം ആളുകൾ അറേബ്യൻ ഗൾഫിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാനാണ് മോണോ റെയിൽ യാത്ര തിരഞ്ഞെടുക്കുന്നത്. പാം ഗേറ്റ് വേയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ അത്യാധുനിക നഗരത്തിൻ്റെയും വലിയ കെട്ടിടങ്ങളുടെയും കാഴ്ചകൾ കാണാം. ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ പാം ജുമേറയുടെ ആഡംബര വില്ലകളും കടൽക്കാറ്റും യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകുന്നു. അറ്റ്ലാന്റസ് അക്വാവെഞ്ചർ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഈ യാത്ര ഒരു പുതിയ ലോകത്തേക്കാണ് സഞ്ചാരികളെ എത്തിക്കുന്നത്. 5 ദിർഹം മുതലാണ് ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപുകളിൽ ഒന്നാണ് ദുബായിലെ പാം ജുമേറ. ഈന്തപ്പനയുടെ ആകൃതിയിൽ കടൽ ഭിത്തി നിർമ്മിച്ച ഈ ദ്വീപ് എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. 2001 മനുഷ്യനിർമ്മിതമായ ഈ പാം ദ്വീപിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ദ്വീപിൻ്റെ പ്രധാന ട്രങ്ക് ചുറ്റുമുള്ള ക്രസൻറ്റുമായി ബന്ധിപ്പിക്കാൻ ഒരു പാലത്തിന് പകരം സമുദ്ര തുരങ്കം നിർമ്മിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇതിനായി എഞ്ചിനീയർമാർ കടലിൽ ഒരു താൽക്കാലിക തടയണ നിർമ്മിച്ച് വെള്ളം വറ്റിച്ച ശേഷമാണ് കട്ട് ആൻഡ് കവർ രീതിയിൽ തുരങ്കം പണിതത്. നിർമ്മാണത്തിനിടയിൽ ഈ പ്രദേശത്തെ സമുദ്രജീവികളെ മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കുകയും പണി പൂർത്തിയായ ശേഷം തടയണകൾ നീക്കം ചെയ്ത് കടൽ പഴയപടിയാക്കുകയും ചെയ്തു. ആദ്യമായി ഈ തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക്
ഇതൊരു സാധാരണ റോഡ് യാത്രയാണെന്ന് മാത്രമേ തോന്നൂ. എന്നാൽ ഈ ടണലിന് മുകളിലൂടെ സമുദ്രജലവും അതിനു താഴെ കടലിനടിയിലെ കൂറ്റൻ ട്രാഫിക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളെ പോലും അതിശയിപ്പിക്കുന്നതാണ്. ദുബായിലെ അത്യാഡംബര റിസോർട്ടുകളിലേക്കും അറ്റ്ലാന്റിസ് പോലുള്ള പ്രശസ്തമായ ഹോട്ടലുകളിലേക്കും യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ കടലിനടിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും അറിയാറില്ല. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ തുരങ്കം സമുദ്രത്തെയും കരയെയും സാങ്കേതിക വിദ്യകളിലൂടെ മനുഷ്യൻ എങ്ങനെ കീഴടക്കി എന്നതിൻ്റെ മികച്ചൊരു കഥയാണ് പറയുന്നത്. ദുബായിലെ പാം ജുമൈറയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ ആഡംബര റിസോർട്ടാണ് അറ്റ്ലാന്റിസ് ദ പാം. അറ്റ്ലാന്റിസ് എന്ന ഐതിഹാസിക നഗരത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ ഹോട്ടൽ 2008 സെപ്റ്റംബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ദുബായിലെ ഏറ്റവും ആകർഷകമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നായ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപുകളിലൊന്നായ പാം ജുമൈറയിലെ ആദ്യത്തെ റിസോർട്ട് കൂടിയാണ്. അറ്റ്ലാന്റിസിൻ്റെ പുരാതന ഐതിഹ്യങ്ങളും അറബ് സംസ്കാരവും സമന്വയിച്ചാണ് ഇതിൻ്റെ വാസ്തുവിദ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1500-ലധികം മുറികളാണ് ഈ റിസോർട്ടിനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ പാർക്കുകളിലൊന്നായ അക്വാവെഞ്ചർ വാട്ടർ പാർക്ക് ഇവിടെയാണ് ഉള്ളത്. സാഹസികരായ ആളുകൾക്കായി നിരവധി റൈഡുകളും സ്ലൈഡുകളും ഇവിടെ ഉണ്ട്. കൂടാതെ സമുദ്രത്തിനടിയിലുള്ള ഒരു നഗരത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളതും 65,000-ലധികം സമുദ്രജീവികളെ ഉൾക്കൊള്ളുന്നതുമായ ലോസ്റ്റ് ചേംബേഴ്സ് അക്വേറിയവും ലോക പ്രശസ്തരായ ഷെഫുകൾ നടത്തുന്ന ഒസിയാനോ, നോബു തുടങ്ങിയ പ്രമുഖ റെസ്റ്റോറൻറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആഡംബര കാറുകളുടെ ഒരു തുറന്ന പ്രദർശന വേദിയാണ് ദുബായ് പാം ജുമൈറ. റോൾസ് റോയ്സ്, ബുഗാട്ടി, ലംബോർഗിനി തുടങ്ങിയ വില കൂടിയ വാഹനങ്ങൾ ദ്വീപിലെ വില്ലകൾക്ക് മുന്നിലും ആഡംബര ഹോട്ടലുകളിലും ഒരു സാധാരണ കാഴ്ചയാണ്. അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആഡംബരപൂർണമായ ഹോട്ടലുകളിൽ ഒന്നായ അറ്റ്ലാന്റിസ് ദ റോയൽ. 2023 ഫെബ്രുവരിയിലാണ് ഈ അത്ഭുത നിർമ്മിതി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. 43 നിലകളുള്ള ഈ കെട്ടിടം 1.6 ബില്യൺ അധികം ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. അറ്റ്ലാന്റിസ് ദ റോയലിൻ്റെ ആശയം ഒരു കൊക്കെയിൻ പാർട്ടിയിൽ നാപ്കിനിൽ വരച്ച ചെറിയൊരു സ്കെച്ചിൽ നിന്നാണ് തുടങ്ങിയത്. ദുബായിലെ പ്രശസ്തമായ അറ്റ്ലാന്റിസ് ദ പാം എന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ അൾട്രാ ലക്ഷറി റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. KPF എന്ന പ്രശസ്തമായ ആർക്കിടെക്ചർ കമ്പനിയാണ് ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയത്. കടലിൽ നിന്ന് വീണ്ടെടുത്ത ഈ കൃത്രിമ ദ്വീപിൽ ലളിതമായ സമുദ്ര സങ്കല്പങ്ങളെക്കാൾ ആധുനികതയ്ക്കും ആകാശത്തെ തൊടുന്ന പൂന്തോട്ടങ്ങൾക്കുമാണ് ഈ ഹോട്ടൽ പ്രാധാന്യം നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജെല്ലി ഫിഷ് അക്വേറിയം, 90 മീറ്റർ ഉയരമുള്ള ഇൻഫിനിറ്റി പൂൾ, പ്രശസ്ത ഷെഫുമാരുടെ റെസ്റ്റോറൻറ്റുകൾ എന്നിവ ഇതിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. 2023 നടന്ന ഇതിൻ്റെ ഗംഭീരമായ ഉദ്ഘാടനത്തിൽ പ്രശസ്ത ഗായിക ബിയോൺസ് നടത്തിയ സംഗീത വിരുന്ന് ലോക ശ്രദ്ധ നേടിയിരുന്നു. ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ റോയൽ മാൻഷൻ സ്യൂട്ടിൽ ഒരു രാത്രി തങ്ങാൻ ഏകദേശം $1,00,000, അതായത് 90 ലക്ഷം രൂപ വരെ ചെലവ് വരും. കടലിൽ മണ്ണ് നിറച്ച് ഈന്തപ്പനയുടെ ആകൃതിയിൽ ദുബായിൽ നിർമ്മിച്ച മനുഷ്യനിർമ്മിത ദ്വീപായ പാം ജുമൈറ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ 2001 ആരംഭിച്ച ഈ അത്ഭുത നിർമ്മാണം ആഡംബര ഹോട്ടലുകളും വില്ലകളും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ടൂറിസം കേന്ദ്രമാണ്. ദുബായിലെ ടൂറിസം മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു ഈ കൃത്രിമ ദ്വീപിൻ്റെ പ്രധാന ലക്ഷ്യം. പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് വൻതോതിൽ മണൽ ഡ്രഡ്ജ് ചെയ്തിട്ടാണ് ഈന്തപ്പനയുടെ തടിയും ഇലകളും രൂപപ്പെടുത്തിയത്. ശക്തമായ തിരമാലകളിൽ നിന്നും ദ്വീപിനെ സംരക്ഷിക്കുന്നതിനായി
ദശലക്ഷക്കണക്കിന് ടൺ പാറക്കല്ലുകൾ ഉപയോഗിച്ച് ഒരു വലിയ ബ്രേക്ക് വാട്ടറും നിർമ്മിച്ചു. ദുബൈയിലെ പാം ജുമൈറയിൽ നിന്ന് ബുർജ് അൽ അറബിലേക്ക് ഉള്ള കാഴ്ച വെറുമൊരു മനോഹരമായ ദൃശ്യം മാത്രമല്ല, മറിച്ച് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമം ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ആധുനിക യുഗത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. 1999 പണികഴിച്ച ബുർജ് അൽ അറബ് കടലിലെ ഒരു പായവഞ്ചി പോലെ ഉയർന്നു നിൽക്കുന്നു. പിൽക്കാലത്ത് കടലിലേക്ക് മനുഷ്യൻ നിർമ്മിച്ച അത്ഭുതകരമായ പാം ജുമൈറ യാഥാർത്ഥ്യമായപ്പോൾ ഈ രണ്ട് നിർമ്മിതികളും ദുബായിലെ ഏറ്റവും ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറി. ദുബായിയുടെ ഇന്നത്തെ ഈ അത്ഭുത നഗരം കെട്ടിപ്പടുക്കുന്നതിൽ മലയാളി സമൂഹത്തിന് വലിയ പങ്കുണ്ട്. ഇതിനിടയിൽ പാം ജുമൈറയെക്കുറിച്ചുള്ള ഒരു ചെറിയ കഥ ഞാനിവിടെ പറയാം. ഒരു മജീഷ്യൻ തൻ്റെ മാന്ത്രിക വടി കൊണ്ട് കടലിൽ വരച്ചെടുത്ത ഈന്തപ്പനയാണ് പാം ജുമൈറ എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട്. വെറും മണൽത്തിട്ടകൾ മാത്രമായിരുന്ന ആഴക്കടലിൽ അസാധ്യമെന്ന് കരുതിയ ആ സ്വപ്നത്തെ വെറും 6 വർഷം കൊണ്ടാണ് ദുബായ് യാഥാർത്ഥ്യമാക്കിയത്. ബഹിരാകാശത്ത് നിന്നാൽ പോലും വ്യക്തമായി കാണാൻ കഴിയുന്ന ഈ ദ്വീപ് അറ്റ്ലാന്റിസ് പോലുള്ള ആഡംബര റിസോർട്ടുകളുടെയും ലോകത്തിലെ പ്രശസ്തരായ ആളുകളുടെയും വീടുകളുടെയും കേന്ദ്രമായി ഇന്ന് മാറിയിരിക്കുന്നു. കടലിൻ്റെ തിരമാലകളെപ്പോലും വരുതിയിലാക്കി മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് പ്രകൃതിയെപ്പോലും കീഴടക്കാൻ സാധിക്കുമെന്ന് ഈ ദ്വീപ് തെളിയിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.